കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം തകർന്നുകൊണ്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് അത് ജഗമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ, ആരാണ് എന്നുള്ളത് നോക്കട്ടെ. സാരമായ പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇപ്പൊ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം. ഒന്ന് പരിശോധിക്കട്ടെ. ഏറ്റവും മുകളിലത്തെ നിലയായതുകൊണ്ട് പ്രോബ്ലം ഇല്ല എന്നുള്ളത് പക്ഷേ ഇത് മൊത്തമായിട്ട് മാറ്റാനുള്ള എല്ലാ പ്രൊജക്ടുകളും ഇത് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ അധികം താമസിക്കാതെ തന്നെ മാറ്റുന്നു. അത് ബലക്ഷയം കണ്ടെത്തി അറിയില്ല. ഇത് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിലും അതെന്തെങ്കിലും ആവശ്യം തുറന്നു, അല്ലെങ്കിൽ മുകളിൽ 10ാം വാർഡിന്റെ ആ ടോയ്ലറ്റിനോട് ചേർന്ന് നിന്ന ആൾക്കാർ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. ഇല്ല, താഴത്തെ 2 എണ്ണം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. മുകളിലത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചോളൂ. ഇല്ല, ഒന്നും വരുന്നില്ല. വാർഡ് നമുക്ക് ഉപയോഗിക്കാൻ തന്നെ സാധിക്കും. വാർഡിനോട് നിലവിൽ നിന്ന് ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ ബിൽഡിംഗിന്റെ ബലക്ഷയം എന്ന് വിചാരിച്ചിട്ട് മൊത്തമായിട്ട് മാറ്റിയിരിക്കുന്നു. അതൊന്നുകൂടെ പരിശോധിച്ചിട്ട് 11ാം വാർഡ്, 14ാം വാർഡ്, 10ാം വാർഡ് 100-120 പേരെങ്കിലും 120-150 മാറ്റി. അല്ല, 2 പേരെയാണ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചിരിക്കുന്നത്. അവർ അത് ഡീറ്റെയിൽസ് അറിയില്ല. കാഷ്വാലിറ്റിയിൽ എത്തിച്ചു നോക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. 3 നിലയോളം പൊക്കമുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. മന്ത്രിമാർ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അത് മൂടി വച്ചിട്ടുണ്ട്. പക്ഷേ മൂടി വെച്ചാൽ അപകടാവസ്ഥ എങ്ങനെയാണ് സാധാരണക്കാർ, അവിടെ എത്തുന്ന കൂട്ടിരിപ്പുകാർ, രോഗികൾ ഒക്കെ മനസ്സിലാക്കുക എന്ന് ഇനിയും ബോധ്യമാകുന്നില്ല. മറ്റൊന്ന്, പൂർണ്ണമായും ഉപയോഗിക്കാത്ത കെട്ടിടം എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വരും മണിക്കൂറുകളിലെ അല്ലെങ്കിൽ വരും മിനിറ്റുകളിലെ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഒരു ഭാഗം മുഴുവൻ അടർന്നു വീണിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതാണോ ഉപയോഗിക്കാത്തതാണോ, എന്തുകൊണ്ട് അവിടേക്ക് ആളുകൾ പോകുന്നു, ഇതൊക്കെ ചോദ്യചിഹ്നമായി നിൽപ്പുണ്ട്. അതാകട്ടെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് തുടരെ വാർത്തകൾ പുറത്തു വരുന്ന നേരത്താണ് എന്നുകൂടി ഓർക്കണം. അവിടെ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ പുറത്തുനിന്ന് സാധാരണക്കാർ വാങ്ങേണ്ടി വരുന്നു. ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത കൊടുത്തു. അതായത് അവിടെ ചികിത്സക്കെത്തിയ ഒരു സ്ത്രീ, അവർ 80,000-ഓളം രൂപയാണ് പുറത്തു നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ കടമെടുത്തത്, നാട്ടുകാർ സഹായിച്ചത്. അങ്ങനെ അൻവർ സാദത്ത് MLA ഒപ്പം ചേരുന്നുണ്ട്. അൻവർ സാദത്ത് MLA, അങ്ങയോട് പരക്കെ ഒരു ചോദ്യമാകാം, കാരണം അങ്ങ് കോട്ടയത്തെ ജനപ്രതിനിധി അല്ലല്ലോ. അതായത് ഈ ആരോഗ്യ മേഖലയുടെ സംവിധാനങ്ങൾ മുഴുവൻ തകർന്ന മട്ടിലാണ്. അത് ഒരു ഡോക്ടർ തന്നെ വെളിപ്പെടുത്തി. അദ്ദേഹം എത്തിക്സ് എന്താണെന്ന് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ അദ്ദേഹവും ഇന്ന് പറഞ്ഞത് സർക്കാരിനെതിരെയല്ല, ആരോഗ്യവകുപ്പിനെതിരെയല്ല എൻ്റെ പോരാട്ടം, ബ്യൂറോക്രസിക്കെതിരെയാണ് എന്നാണ്. എങ്കിൽ പോലും ഈ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന് എന്തുപറ്റി? കേരളത്തിലെ ആരോഗ്യ സംവിധാനം നമുക്കറിയാം, വർഷങ്ങളായി അതാത് കാലത്ത് വരുന്ന ഗവൺമെന്റുകളായാലും അതിന്റെ സംവിധാനങ്ങളും നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആരോഗ്യ മേഖല കേരളത്തിലെ. അതല്ലാതെ ഈ 9 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമല്ല എന്ന് ഞാൻ ആമുഖമായി തന്നെ പറയട്ടെ. അങ്ങനെയുള്ള ഇപ്പൊ ഇടയ്ക്ക് പറയും ഇന്ത്യക്ക് മാതൃകയാണെന്ന് പറയും, ഇടയ്ക്ക് പറയും ലോകത്തിന് മാതൃകയാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ച് ഡയലോഗ് അടിക്കുന്നല്ലാതെ ആരോഗ്യ മേഖലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അതിന് ഇടപെടാനോ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അത് ഫണ്ട് മാറ്റിവെക്കും, അത് പേപ്പറിലുള്ളൂ. ഫണ്ട് ചെലവഴിക്കുന്നത്ര ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പത്രങ്ങളിൽ അതിന്റെ വ്യക്തമായ കണക്ക് വന്നാണ്. ഇത്ര കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും എന്നല്ലാതെ അത് യഥാവിധിയിൽ ആ ചെല്ലേണ്ട സ്ഥലങ്ങളിൽ ചെല്ലാനോ, ഇപ്പൊ ഇവിടെ ആ ഡോക്ടർ തന്നെ പരാതി പറഞ്ഞെന്താ, വേണ്ട രീതിയിലുള്ള എക്യുപ്മെന്റ്സും മറ്റുള്ള കാര്യങ്ങളില്ല എന്നാണ്. രോഗികൾക്ക് ട്രീറ്റ്മെന്റ്, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സ തേടാനും ഇന്ന് തേടാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പട്ടിണിയല്ല. പട്ടിണി യഥാസമയത്ത് പലതും പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം എത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെ പട്ടിണി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് ജനങ്ങൾ
സാധാരണക്കാർ, എല്ലാ വിഭാഗത്തിലും ജനങ്ങളും ഇന്ന് പ്രയാസപ്പെടുന്ന ഒറ്റ വിഷയത്തില. ഒന്ന് തന്റെ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ കൂടപ്പിറപ്പികളെ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്. അവിടെ ആശ്രയമാകേണ്ടത് എവിടെയാണ്? മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ഹോസ്പിറ്റലുകൾ ആണല്ലോ. അവിടെ ഇന്ന് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് ഇന്ന് വലിയ പ്രയാസമാണ്. ഒന്ന്, വേണ്ടൊരു സ്റ്റാഫില്ല. ഇപ്പൊ ആലുവ, ഞാൻ ഇപ്പോൾ ആലുവ എന്ന് പറയാം, ആലുവ ജില്ലാ ഹോസ്പിറ്റലായി ഉയർത്തിയിട്ട് കുറേ വർഷങ്ങളായി, കുറേ നാളുകളായി പറഞ്ഞ അവിടെ വേണ്ട സ്റ്റാഫ് പാറ്റേൺ ഇല്ല. സ്റ്റാഫ് പാറ്റേൺ മാത്രമല്ല, അത് ഇവിടെ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജായാലും മറ്റു ജില്ലാ ഹോസ്പിറ്റലായാലും മറ്റുള്ള ഹോസ്പിറ്റലിലും വേണ്ട രീതിയിൽ സ്റ്റാഫ് പാറ്റേൺ ഇല്ലാത്തതിന്റെ പ്രശ്നം ഇന്ന് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് പല ഹോസ്പിറ്റലുകളും, ഇത് ഇവിടെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചികിത്സക്ക് വേണ്ടിയുള്ള സാമഗ്രികളില്ല. അതിനാരാണ്? സർക്കാരിലെ കാശ് കൊടുക്കേണ്ടത്. ഇവിടെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതമല്ലാതെ ഈ സർക്കാർ വേറൊന്നും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന്, എക്സ്പെഷ്യലി ഈ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നില്ല. അതാണല്ലോ ആ ഡോക്ടർ ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം സഹികെട്ടിട്ടാണ് തന്റെ ജോലി പോയാലും കുഴപ്പമില്ല, ഞാനിത് ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാകുന്നു. കാരണം വേറൊന്നുമല്ല. നന്ദി ശ്രീ അൻവർ സാദത്ത്. ഏതായാലും കേരളത്തിൽ ഒരുപാട് ഹാരിസ് ചിറക്കലുമാരുണ്ട്. അതിലൊരാൾ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ആ ധർമ്മം എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇവിടെ സംവിധാനമേ ഇല്ല, ആരോഗ്യവകുപ്പിനൊരു സംവിധാനമേ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷെ അപ്പോഴും പറയട്ടെ, ആ ഹാരിസ് ചിറക്കലുമാരെ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അംഗീകരിക്കാതെ പറ്റില്ല. ചിലരാണ് കുഴപ്പം, പലരല്ല. അപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനുള്ളിലെ രോഗികളെ, അവർക്കൊപ്പം വരുന്നവരെ ചേർത്തു പിടിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് ക്ഷമ ചോദിക്കുന്നു. ഏതായാലും കേരളത്തിൽ സംഭവിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത ആരോഗ്യ അവസ്ഥയാണ്. അവസ്ഥയെന്നല്ല, അനാസ്ഥ എന്ന് തന്നെ അതിനെ പറയേണ്ടിയും വരും. തുടർ വാർത്തകൾ കാട്ടിത്തരുന്നത് അതാണല്ലോ.